കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ അണ്ണിലെ ഒത്തിരിയേറെ സങ്കടത്തോടെ കാലുകുത്തിരിക്കുന്ന ഒരു മകനെപ്പോലും ഒരു മകളെപ്പോലും കർത്താവെ ആശ്വസിപ്പിക്കാതെ അമ്മ വിടരുത്. അമ്മ ഓരോ മക്കൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കണം. എന്തെല്ലാം വേദനകളാണ് അവർക്ക് സ്വന്തമായിട്ട് എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങളുമായിട്ടാണ് അങ്ങനെ തിരുസന്നിധി നിൽക്കുന്നത്. ഉറങ്ങിയിട്ട് ദിവസങ്ങളായ മക്കളുണ്ട്. ശരിയായ രീതിയിൽ കുടുംബജീവിതം സമാധാനപൂർണ്ണമല്ലാതെ ഭർത്താവും ഭാര്യയും പിന്നിട്ടിരിക്കുന്ന മക്കളുണ്ട്. ഭാര്യ ഇട്ടിട്ട് പോയിട്ടുള്ള ഭർത്താവ് ഇട്ടിട്ട് പോയിട്ടുള്ള മക്കളുണ്ട്. കർത്താവെ, മരിച്ചു പോയതിൻ്റെ പേരിൽ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയതിൻ്റെ പേരിൽ ഇരുട്ടിൽ തപ്പുന്നവർ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്ത ഹൃദയഭാരങ്ങളുടെ ദൈവം എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത്, ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ദൈവത്തിന് അറിയത്തില്ല, എന്നിട്ടും ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്തുകൊണ്ട് ആരോടും ദുഃഖം കടിച്ചമർന്ന് ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവവിളിക്ക് വേണ്ടി വേണ്ടെന്ന് വിചാരിച്ച് സംശയമുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അവർ പോണമെന്നുള്ള ബോധം കർത്താവ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് മനുഷ്യരെ കുത്തിമലത്തിലുള്ളവരെ കാണിക്കുന്നുണ്ട്, വൈരാഗ്യമുള്ളവരെ കാണിക്കുന്നുണ്ട്, പകയുള്ളവരെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഹൃദയപൂർവ്വം യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ കാണിക്കുന്നുണ്ട്. 4 മാസം ഗർഭമുണ്ടായിട്ട് ആ കൊച്ചിന് വളർച്ച ഇല്ലാതിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞ് കർത്താവ് വളർച്ച കൊടുക്കുന്നുണ്ട്. കർത്താവ് ഗർഭിണികൾ മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിച്ച്, നടുവേനക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ, അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ, ഓരോ കുഞ്ഞുങ്ങൾ കർത്താവ് ഓരോരോ രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, അതുപോലെ ഓട്ടിസം രോഗങ്ങൾ, ഇതുപോലെയുള്ള രോഗങ്ങൾ മാതാപിതാക്കന്മാർ വലിയ വലിയ കുരിശമെടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ കണ്ണീരണിഞ്ഞ് ജീവിക്കുന്നവരെ അടിപ്പഴ പോലെ വൈതാക്കാലം ദൈവികമായ ശക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടകമ്പോൾ നടക്കുന്നവരുണ്ട്, ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്. ഒരു ജീവിതം എന്തെടുത്തിട്ട് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. നഷ്ടത്തിൽ കലാശിക്കുന്നവരുണ്ട്. വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ നഷ്ടത്തിൽ പോകുന്നവരുണ്ട്. ജപ്തി നടപടി വരാൻ പോകുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. വീട് സ്ഥലമില്ലാത്തവരുണ്ട്. വെള്ളമില്ലാത്തവരുണ്ട്. വഴിയില്ലാത്തവരുണ്ട്. വെളിച്ചമില്ലാത്തവരുണ്ട്. കർത്താവെ, എല്ലാ അയൽവാസികളും തമ്മിൽ കേസായിരിക്കുന്നവരുണ്ട്. കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. കേസിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈശോ, അവരെല്ലാം സ്പർശിക്കണേ. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങളെ മാതാവിന്റെ മധ്യസ്ഥത്തില് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യും. കർത്താവ്, മനസ്സമ്മതം വരെ എത്തിയിട്ട് കർത്താവെ, വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കുന്നവരുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം തീരുമാനം എടുക്കാൻ പറ്റാത്ത എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാവ് നിറയുകയും അവർക്ക് വ്യക്തമായ തീരുമാനമെടുത്ത് ധൈര്യത്തെ മുന്നോട്ട് പോകാൻ കർത്താവിന്റെ ശക്തി നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവര്, വിസ പുതുക്കി കിട്ടാത്തവര്, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾക്ക് പണം കൊടുത്തതിന് ശേഷം അവിടെ ഇപ്പോൾ ആളെടുക്കുന്നില്ല, ആളെ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പണവും പോയി, ജോലിയും പോയി, വേറൊരു ജോലിക്ക് ശ്രമിക്കാനും പറ്റുന്നില്ല, കുരുങ്ങിപ്പോയ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകളെ കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ കുരുക്കുകളെ, കെട്ടുവിൽ നിങ്ങൾ വീണു പോയിട്ടുള്ള കെണികളെ കർത്താവ് തകർക്കുന്നു. ശ്രുതികടേ കർത്താവിനോട് ഉണ്ടായിരിക്കുകയും അടയാളം കൊണ്ട് വചനം, അതാ 16-20 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ.
മർക്കോസ് 16:20. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങള് ഒരു ഇടവപ്പള്ളി മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട് പത്രം. ഇപ്പൊ ചില ആൾക്കാരോട് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇടവപ്പള്ളി പത്രം കൊടുപ്പ് നിർത്തിയെന്നാണ് പറഞ്ഞത്. അവിടെ കൊടുക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയി കൊടുക്കും. ഇടവപ്പള്ളി കൊടുക്കണം കുഴപ്പമില്ല. കുർബാനയും കഴിഞ്ഞിട്ട് അവിടെ പോയി എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ചോട്ട് നിന്നിട്ട് വരുന്ന കൊടുത്താൽ മതിയല്ല, കുഴപ്പമൊന്നുമില്ല. കേട്ടവർ തന്നെ കണ്ടുകൊണ്ടിരിക്കും, കേട്ടോണ്ടിരിക്കും. ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ പിന്നെയും കൊടുക്കും അവർക്ക്. എന്താ ഒരു പത്രം നമുക്ക് ഉറഞ്ഞു കിട്ടുമല്ല, മനസ്സിലായല്ലേ? നമ്മൾ ഇടവപ്പള്ളിയിൽ പോയി എവിടെയെങ്കിലും പത്രം കൊടുക്കാൻ നിൽക്കണേ, വല്ല തെങ്ങിൻ ചാരി എവിടെയെങ്കിലും നിൽക്കും, വഴിയും ചാരി നിൽക്കും, റോഡിലേക്ക് പോകുമ്പോൾ വരുന്ന കൊടുക്കും. ഇരിക്കട്ടെന്ന് പറഞ്ഞ് കൊടുക്കുക. എന്താ കാര്യം? നമ്മുടെ കയ്യിൽ നിന്നൊരു പത്രം കുറഞ്ഞു കിട്ടുമല്ലോ. അതാണ് ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിൽ ഇവനിൽ കാപട്യം. അപ്പം തന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? ഒരു പത്രം കിട്ടിയവന് പിന്നെ ഒരു പത്രം കൊടുക്കുമ്പോൾ നിന്റെ ഉദ്ദേശം എന്താണ്? അവൻ വായിക്കുകയല്ല ഉദ്ദേശം, നിന്റെ കയ്യിൽ നിന്ന് പത്രം ഒരെണ്ണം കുറഞ്ഞിരിക്കുക എന്നുള്ള ഉദ്ദേശം. അതാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് പണ്ടേ നീ കർത്താവിന് പണി കൊടുക്കുമ്പോൾ തന്നെ നീ പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ കയ്യിലുള്ള സംഭവം എന്താണ്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിൽ ഇവനിൽ കാപട്യമില്ലെന്നാണ്. ഉടമ്പടി എടുത്ത് ഇരിക്കുക. പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മുടെ വീട്ടുകാർ തന്നെ ചോദിക്കും. എന്തുകൊണ്ടാണ്? നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടി ചോദിക്കണാണേ. അമ്മ തന്നെ ചോദിക്കും, അമ്മായിയമ്മയും ചോദിക്കും. നീ ഉടമ്പടി എടുത്താലല്ല, പിന്നെ നിനക്കെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കും. ചിലപ്പോൾ ഞാൻ അന്നേ പറഞ്ഞല്ലേ, അപ്പോഴേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മടുപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രവർത്തനം മന്ദഗതിയിലാക്കും. മടുപ്പും മന്ദതയും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഉശിരോടെ പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ മോശം കാലാവസ്ഥയിലാണ് നല്ലവണ്ണം പ്രവർത്തിക്കേണ്ടത്. ഏറ്റവും മോശം കാലാവസ്ഥ. നമ്മൾ നല്ല റിയലായിട്ടുള്ള ആൾക്കാരാണ്, ഹിപ്പോക്രസി അല്ല, യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്ന എപ്പോഴാണ്? നമ്മൾ മോശം കാലാവസ്ഥയിലും നല്ലതുപോലെ പ്രവർത്തിക്കുമ്പോഴാണ്. മോശം കാലാവസ്ഥയിലും അങ്ങനെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട്. അവർ മോശം കാലാവസ്ഥയിലൂടെ കടന്നു പോണത്, പക്ഷെ അവരെ ദൈവത്തോടുള്ള ഉത്തരവാദിത്തത്തിന് ഒരു കുറവും വരുത്തത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ കൃപയാൽ ഉടമ്പടി ജീവിതം സത്യസന്ധമായി സുവിശേഷ സാക്ഷ്യമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സെക്ഷൻ സീരീസ് ഓഫ് ടോക്ക് ആരംഭിച്ചത് ടോമിയുടെ സാക്ഷ്യത്തിൽ, ബേക്കറി നടന്ന ടോമിയുടെ സാക്ഷ്യത്തിലാണ്. അപ്പോൾ ടോമിയുടെ പ്രശ്നം എന്തായിരുന്നു? ടോമിയുടെ മുമ്പിൽ ഒരു അസൈൻമെൻ്റ് ഒന്നും കാണുന്നില്ല. അവൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞു, നീ 7-ാം തീയതി ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടെന്താ പറയുന്നത്? നിനക്കറിയാൻ പാടില്ലാത്ത സ്ഥലമാണ്, ഇസ്രയേലിൽ നീ ഒരു വിസ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. ഇവനോട് ആരും പറഞ്ഞില്ലേ അത്? ഇവൻ തന്നെത്താൻ എടുത്ത തീരുമാനം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് 7-ാം തീയതി 10 മണിക്കാവാൻ പറഞ്ഞു. 7-ാം തീയതി 10 മണിക്ക് വിസ വന്നില്ല. കർത്താവിനിക്ക് അവിടെ നിന്ന് കോൾ ഫോർ ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 മണിക്കും വന്നില്ല. 7:30 മണിയായപ്പോൾ എൻ്റെ ഭാര്യയുടെ ചേച്ചിക്ക് ഇസ്രയേലിൽ നിന്നൊരു കോള് വന്ന് അവിടെ ഒരാളെ ആവശ്യമുണ്ട്. അവൾ ഫോണും കൊണ്ട് എൻ്റെ ഭാര്യ അടുത്ത് വന്ന് പറഞ്ഞ്, നിങ്ങളുടെ ചേട്ടന് പോണാ വേണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു.
ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെ ഈ ടോമി എന്നൊക്കെ പറഞ്ഞ ഒരാൾ മാത്രമേ ലോകത്തുള്ളെന്ന രീതിയിലാണ് ദൈവം ജീവിക്കണത്. ഇതാണ് യഥാർത്ഥ ഇസ്രായേൽ എന്ന് പറയുന്നത്. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നീ മാത്രമേ ലോകത്തുള്ളെന്ന് ദൈവം ചിന്തിക്കും. നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ കഞ്ഞി നിൻ്റെ അടപ്പ് പുകഞ്ഞിട്ട് മതി, ബാക്കി കാര്യങ്ങളും തീരുമാനിക്കും. ദൈവത്തെ കൊണ്ട് അങ്ങനെ തീരുമാനിക്കാൻ കഴിയണം ദൈവവേദലേ. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ അഭിഷേക വിശ്വാസം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ചോടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി നമ്മുടെ അശ്വതിയുടെ കാര്യം പറഞ്ഞില്ലേ, എന്തിനാ ഞാൻ ഇവരൊക്കെ എടുത്തിട്ടെന്നറിയാം. ഇവർക്കൊക്കെ ഒരു സ്വാധീനവും ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് കർത്താവ് എന്തുമാത്രം കരുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെയൊക്കെ ഒരു മകളെ എനിക്ക് ഉള്ളൂ എന്നും പറഞ്ഞൊക്കെയുള്ള രീതിയിലാണ് ദൈവത്തിൻ്റെ ഒരു പുറപ്പാട്. അശ്വതി എന്താ പ്രശ്നം? അശ്വതിക്കുള്ള ലാഭം പൂട്ടുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് എന്നോട് പറഞ്ഞു ചെറുകിട വ്യവസായികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചെറുകിട വ്യവസായികൾ. ഇപ്പം ഞാൻ ഈ കുർബാനയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെറുകിട വ്യവസായികളെ ഓർക്കും. ചെറുകിട വ്യവസായം എന്നൊക്കെ പറഞ്ഞില്ലേ, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. പന്നി വളർത്തിയും ആട് വളർത്തിയൊക്കെ ജീവിക്കുന്ന ആൾക്കാരില്ലേ. ചെറിയ ഹോൾസെയിൽ കട, ചെറിയ ബേക്കറി കട, ഇങ്ങനെ കൊണ്ട് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു ഇക്കോണമിക് സിസ്റ്റത്തിൽ ഇവർ ശരിക്കും ശ്വാസം മുട്ടണുണ്ടായി. ഗവൺമെൻറ് സത്യസന്ധമായ ജനകീയ ഗവൺമെൻറ് ഇപ്പോൾ മോഡി ആയാലും പിണറായി ആണെങ്കിലും ഈ ഇടത്തരം വർഗക്കാരാണ് ശരിക്കും പറഞ്ഞാൽ അവർ അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് രാജ്യം അഭിവൃദ്ധിപ്പെടുന്നത്. ഇടത്തരം കർഷകരായാലും ശരി, ഇടത്തരം കച്ചവടക്കാരായാലും ശരി, അവർ അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് രാജ്യം അഭിവൃദ്ധിയിലാണെന്ന്. അവർ ആത്മഹത്യ മൂഡിലാണെങ്കിൽ രാജ്യം ആത്മഹത്യ മൂഡിലാണെന്ന് ഇവർ മനസ്സിലാക്കുന്നതാണ് ശരിക്കും. ഇപ്പം കർത്താവിനോട് പറഞ്ഞത് ഇടത്തരം ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത, അവർക്ക് എവിടെയെങ്കിലും മുങ്ങിപ്പോയാൽ ആരും പൊക്കിയെടുക്കാൻ ഇല്ലാത്ത ആൾക്കാരില്ലേ, ഇനി അവരൊന്ന് സ്തുതിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം എല്ലാ ഉപജീവന മാർഗങ്ങളെയും സംവിധാനങ്ങളെയും ഈശോയുടെ ആരാധനയിലൂടെ പ്രത്യേകമായിട്ട് നീ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം അശ്വതിയുടെ ലാവിൽ ആരും വരണില്ല. ഒന്നാമത്തെ അത് ഉള്ളിലോട്ട് മാറി നിൽക്കണതാണ്, ആരും കാണത്തില്ല. അതാണ് വിഷയം. ഇപ്പം ലാഭം ഇതുപോലെ ബേക്കറി പോലെ പൂട്ടാൻ പോവുകയാണ്. അപ്പം അശ്വതി വന്ന് മാതാവിൻ്റെ അടുത്ത് കുറേ നേരം ഇരിക്കും. എന്തിയാക്കി ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ധാരണയില്ലാത്ത കാരണം ഇവിടെ വന്ന് ഇരുന്ന് മാതാവിൻ്റെ അടുത്ത് കുറച്ച് കണ്ണീരിട്ടും പോകും. അതാണ് ആൾക്കാർ ചെയ്യും. ചില ആൾക്കാരൊക്കെ ചെയ്യണം അങ്ങനെയാണ്. ഇവിടെ വന്ന് ആദ്യമൊക്കെ ഈ ആൾക്കാരുടെ ബഹളം കാണുമ്പോൾ എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണം എന്നൊക്കെ അറിയാൻ പറ്റാതെ അവർ അന്തളിച്ച് പോകും. അവർ വന്നിരുന്ന് ഇത്തിരി കണ്ണീരിട്ടും പോകും. പക്ഷെ മാതാവ് അവരുടെ കൂടെ പോകും. അതാണ് കുഴപ്പം. എനിക്ക് ജയമുണ്ടാവുള്ളൂ ഞാൻ പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞ് പരീക്ഷയുടെ ദിവസം അപ്പോൾ 7:30 റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോയി 6:30 അവിടെ എത്തി. അത് കഴിഞ്ഞ് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് എക്സാം ഹാളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഇങ്ങനെ പടപെടാന്നിടിക്കുക, ഹൃദയമൊക്കെ പടപെടാന്നിടിക്കുക. അപ്പം
എനിക്ക് ഒരു റിലാക്സ് ആവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാനെങ്ങനെ ഇങ്ങനെ പരീക്ഷ എഴുന്നിട്ട് റിലാക്സ് ആവാതെ ഇതുപോലെ ഇങ്ങനെ ഇരുന്നാലും എന്ന് ഓർത്തു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശ്വാസ പ്രമാണം എത്രയും ഉള്ളതൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു അവിടെ സൗദിയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൊന്തയും കുരിശും അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും ഞാൻ കൊന്തയിൽ മാതാവിൻ്റെ രൂപം, മാതാവിൻ്റെ കാശുരൂപം ഇട്ടുകൊണ്ടായിരുന്നു പോയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഷോളൊക്കെ പുതച്ച് പോയി. അപ്പോൾ കാണാത്ത രീതിയിൽ എന്നിട്ട് പരീക്ഷകൾ കയറി വന്നപ്പോൾ ഞാൻ ആ ഷോളിൻ്റെ ഇടയ്ക്ക് കൂടെ ഇത് എടുത്തിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അമ്മയുടെ കാശുരൂപം പിടിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതുകൂടാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ മാറുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പരീക്ഷ എഴുതുന്ന നിർത്തിയ സമയത്ത് അവിടെ ഒരു എക്സാമിനർ ഇങ്ങനെ ഒരു ലേഡിയായിരുന്നു. അവരിങ്ങനെ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ അവരെ നോക്കിയപ്പോൾ അവർ ബാക്കി എല്ലാവരും ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക, അവർ മാത്രം ഇങ്ങനെ എല്ലാവരെയും നോക്കി ചിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്തു മാതാവ് വന്നതായിരിക്കും, അമ്മയുടെ ആ എക്സാമിനറുടെ രൂപത്തിൽ മാതാവ് വന്നതായിരിക്കും. അങ്ങനെ അവരെ കുറച്ച് നേരം നോക്കിയത് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റിലാക്സായി, എനിക്ക് ടെൻഷനൊക്കെ മാറി. പിന്നെ അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നു കഴിഞ്ഞപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുരിശ് വരച്ച് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി അങ്ങനെ ഇടയ്ക്ക് പിന്നെ തിരിച്ചു കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ആരും കാണാതെ ഇങ്ങനെ വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി കുരിശ് വരച്ച എല്ലാ പേപ്പറും കൊടുത്തത്. എന്നിട്ടും എന്നാലും എനിക്ക് ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സമയമൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി, ഒരു കുഴപ്പമില്ലാണ്ട്. ഒരിക്കൽ പോലും ഞാൻ സമയത്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ എനിക്ക് സമയമെല്ലാം കറക്റ്റായിട്ട് കിട്ടി. പിന്നെ എനിക്ക് എല്ലാ മോഡ്യൂളും ഒരുപോലായിരുന്നു, ഒന്നും ഒരു ഈസി ആയിട്ട് തോന്നിയില്ല. പക്ഷേ റൈറ്റിംഗ് ഒരിച്ചിരി ഈസി ആയിട്ട് തോന്നി. പക്ഷേ റൈറ്റിംഗ് ഈസി ആണെന്ന് തോന്നി ഞാൻ പുറത്തിറങ്ങിയപ്പം ഓരോ സ്റ്റുഡൻസൊക്കെ പറയുക അതിങ്ങനെ അതൊരു ഹോം വിസിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എനിക്കങ്ങനെ ഒരു തോന്നി പോലുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ എളുപ്പമാണെന്ന് ഉദ്ദേശിച്ചത് പോലും ഇപ്പം മറ്റുള്ളവർ വേറെ രീതിയിലാണല്ലോ പറയുന്നത്, അങ്ങനെയൊക്കെ വിചാരിച്ച് ഭയങ്കര ടെൻഷനായി. അത് കഴിഞ്ഞ് അതുകൂടാതെ ഈ എക്സാം കഴിയുമ്പോഴൊക്കെ ഓരോ യൂട്യൂബിൽ അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു സാറിങ്ങനെ അപ്ഡേറ്റ്സ് പറയുമ്പോഴും അവരും ഹോം വിസിറ്റ് എന്നുള്ളത് പറയുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്കൊരു ബിഗ് സ്കോർ കിട്ടത്തില്ലേ, ഇപ്പം എനിക്ക് പോകാൻ പറ്റത്തില്ലേ, എങ്ങനെയാവുമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്ത് എന്തെങ്കിലും ആട്ടെ, ദൈവം എനിക്ക് തരാൻ തീരുമാനിച്ചാൽ എനിക്ക് തരും, ഞാനത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എന്തായിരിക്കും. അപ്പം അവർ പറയുന്നത് എ സ്കോറിനായിരിക്കാം, ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല C++ മതി എന്ന് ഉദ്ദേശിച്ച് ഞാനിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ ടെൻഷനൊന്നും അടിച്ചില്ല, ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഹസ്ബൻഡിനോടും പറയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ പരീക്ഷയ്ക്ക് മുമ്പാണെങ്കിലും പറയാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും ജോസഫ് അച്ഛൻ പറയുന്ന കേൾക്കായിരുന്നു, ഇങ്ങനെ എക്സാം എഴുതുന്നതിന് മുമ്പ് ഹോൾ ടിക്കറ്റ് കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അച്ഛനെ കാണാൻ പറ്റും, പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയാമായിരുന്നു. അപ്പം ഞാൻ പറയും എനിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ ഹോൾ ടിക്കറ്റുമായിട്ട് ഇവിടെ വരാൻ. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ പറഞ്ഞപ്പം പറഞ്ഞു പറ്റത്തില്ല, ആൾ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനെങ്ങനെയാണ് വരുന്നത്, ഞാൻ അവിടെ പരീക്ഷ എഴുതുമ്പോൾ എനിക്കെങ്ങനെ വരാൻ പറ്റുന്നത്, കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനെ കാണണമെന്ന് ഉദ്ദേശിച്ച് നടന്നില്ലല്ലോ, അപ്പം നിനക്കറിയാമല്ലോ എൻ്റെ ബുദ്ധിമുട്ട്, അപ്പം എൻ്റെ വിഷമങ്ങൾ കാണണേ, എല്ലാം എനിക്ക് വേണ്ടത് എന്നാ ചെയ്തു തരണേന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എന്നിട്ട് ഓരോ ദിവസം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. റിസൾട്ടിന് കാത്തിരുന്ന് അപ്പം ആരോ പറഞ്ഞു ചൊവ്വാഴ്ച ദിവസമാണ് റിസൾട്ട് വരുന്നതെന്ന്, മാതാവിൻ്റെ ഉടമ്പടി ദിവസമാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഉടമ്പടി ദിവസം ആ റിസൾട്ട് വരുമെന്ന് പറഞ്ഞ ചൊവ്വാഴ്ച 11-ാം തീയതി ആയിരുന്നു, ഒക്ടോബർ 11-ാം തീയതി ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് ഞാൻ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷേ റിസൾട്ടൊന്നും വന്നില്ല. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈം ആയിരുന്നു. അപ്പം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മിസ്സ് വിളിച്ചിട്ട് ചോദിച്ചു എൻ്റെ റിസൾട്ട് എന്താ. അപ്പോൾ ഞാനോർത്ത് റിസൾട്ടൊന്നും ആയില്ല, പിന്നെ എന്തിനാ ഇവരെന്ത് ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മൊബൈലിൽ നോക്കിയപ്പം അതിൻ്റെ അകത്ത് ഇമെയിൽ മെസ്സേജ് ഉണ്ട്, ഇങ്ങനെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷായി എന്ന്. അപ്പോൾ എനിക്ക് നോക്കാൻ അറിയത്തില്ല എങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇത് എങ്ങനെ തുറക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ മിസ്സിനോട് ചോദിച്ചു എങ്ങനെയാണ് മിസ്സേ തുറക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പേടിയായത്, എങ്ങനെയാണ് തുറക്കും, എനിക്ക് പേടിയാണ്. ആ സമയം കൊണ്ട് ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലി ജയിക്കുമോ എന്താ റിസൾട്ട് എന്നറിയാനുള്ള ഇതുകൊണ്ട് ഞാൻ വേഗം ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞ് മിസ്സിനോട് പറഞ്ഞു എങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ മിസ്സ് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇങ്ങനെ തുറന്നാൽ മതി, ആ സൈറ്റ് ഇങ്ങനെ അതേ തന്നെ ഇതാക്കിയാൽ മതി. അങ്ങനെ ഇത് തുറന്ന് നോക്കിയപ്പോൾ സ്പീക്കിങ്ങിന് C++. അപ്പം ഞാൻ UK സ്കോർ പ്രതീക്ഷിച്ചു, എനിക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ലോ എന്ന് ഞാൻ പെട്ടെന്ന് ചോദിച്ചു. പിന്നെ വിചാരിച്ച്
അല്ല, സ്പീക്കിങ്ങിന് C+ ആണെങ്കിൽ ബാക്കിയെല്ലാം B ഉണ്ട്. അപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ ഉണ്ടല്ലോ, ഞാനതിൻ്റെ കരയുന്നതെന്നിങ്ങനെ വിചാരിച്ചു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത്, ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചത് ഒരു UK സ്കോർ ആയിരുന്നു. കാരണം എൻ്റെ റിലേറ്റീവ്സൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ എനിക്ക് ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ എനിക്ക് അയർലൻഡിൽ പോകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോറാണ് ദൈവം എനിക്ക് വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിന് അപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളതാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിനറിയാം നമുക്ക് എവിടെ പോകേണ്ടത്, നമുക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പം നമ്മൾ കർത്താവ്, അവൻ ജോസഫച്ചൻ എപ്പോഴും പറയുന്നത്, അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ സമയത്തിൻ്റെ പൂർണ്ണതയും നമുക്ക് നിറവേറ്റിത്തരും. അതാണ് ആദ്യത്തെ സാക്ഷ്യം. പിന്നെ അതുകൂടാതെ ഞാൻ നിയോഗത്തിൽ ഹസ്ബൻഡ് വീട്ടിലിങ്ങനെ വെള്ളമൊക്കെ തുടച്ചിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം കുറച്ച് വെള്ളം അവിടെ കാണാതെ കിടന്ന് അങ്ങനെ തെന്നി വീണ് കഴിഞ്ഞപ്പം റിബ്സിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഡോക്ടറെ കാണാൻ പോയപ്പം പറഞ്ഞു എക്സ്റേ എടുത്താലൊന്നും കാര്യമില്ല, റിബ്സിന് ഫ്രാക്ചർ കാണും, അപ്പോൾ റെസ്റ്റ് എടുത്താൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പിള്ളേരും താമസിക്കുന്ന എല്ലാ കാര്യവും ഹസ്ബൻഡാണ് ചെയ്യുന്നത്. അപ്പം ഞാനവിടെ സൗദി ജോലി ചെയ്യും. അപ്പം വീട്ടിൽ ആരുമില്ല താനും. അപ്പം പറയുക വേദനയാണ്, ഡോക്ടറെ കണ്ട് പെയിൻ കില്ലർ മാത്രം കഴിച്ചു. എൻ്റെ പേര് മേരി ലൂക്കോസ്. ഞാൻ മൂവാറ്റുപുഴയിൽ മുടവൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 മാർച്ച് 16 ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എടുക്കാൻ കാരണം എൻ്റെ മകന് ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അവനൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പള്ളിയിൽ നിന്നൊരു പത്രം കിട്ടി. അതിൽ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന്, എൻ്റെ കൂട്ടുകാരി എറണാകുളത്തുണ്ടായിരുന്നു, പുള്ളിക്കാരിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചത്. അങ്ങനെ എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകനെ ജോലിക്ക് വിളിക്കുകയും അവന് ജോലി ലഭിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ 2 മാസം കഴിഞ്ഞ് ഞാനും എൻ്റെ സഹോദരിയും കൂടി വണ്ടിയിൽ, ഞാൻ 2 വീലർ ഓടിക്കും, 2 വീലർ ഓടിച്ച് പോയപ്പോൾ ഒരു കാറ് വന്ന് ഞങ്ങളെ ഇടിക്കുകയും ഞങ്ങൾ 2 പേരും തെറിച്ച് റോട്ടിൽ ഒത്തിരി അകലെ ചെന്നാണ് വീണത്. ഒത്തിരി ഉയർന്ന് ചാടി. പക്ഷേ ഒരു പോറൽ പോലും, ഒരു മണൽത്തരി പോലും ഞങ്ങളെ സ്പർശിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. അവിടെ ഓടിക്കൂടിയ ആൾക്കാരൊക്കെ ഞാൻ ആശുപത്രി പോകണം ചേച്ചി അങ്ങനെയൊക്കെ പറയും. എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി അങ്ങനെയൊക്കെ പറയും, ആശുപത്രി കൊണ്ടുവന്നും പറഞ്ഞ് കാറിലെ ഡ്രൈവറെ വഴക്ക് പറഞ്ഞു. പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാൻ എൻ്റെ ദൈവം കാത്തു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ എൻ്റെ സഹോദരിക്ക് കൊറോണ വന്ന് ശ്വാസം മുട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഹോസ്പിറ്റലിലൊന്നും ബെഡില്ലാതെ, വെൻറ്റിലേറ്ററിലൊന്നും സൗകര്യമില്ലാതെ അവർ വീട്ടിൽ തന്നെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ രാത്രി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കരഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ മാതാവ് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, നിൻ്റെ സഹോദരിക്ക് സുഖമായി, നിനക്ക് സമാധാനമായില്ലേ, സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ അനിയത്തിയോടെ വിളിച്ചു. നേരം വെളുത്ത് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, രാത്രി എന്താ സംഭവിച്ചതെന്നറിയില്ല, ഒരു കുഴപ്പമില്ല, പൂർണ്ണമായിട്ട് സുഖമായി എന്ന് പറഞ്ഞു. ഇതെല്ലാം നടത്തി തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. 2021 ജൂൺ 14 എൻ്റെ ഭർത്താവിൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ബൈക്കിൽ പോയപ്പോൾ ഒരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു. അപ്പോൾ നട്ടൽ വിട്ടുപോയി. പിന്നെ തലയ്ക്കും കാലിനും വാരിയലിനൊക്കെ അങ്ങനെ 4 സർജറി വേണമെന്ന് പറഞ്ഞു. ആദ്യം വണ്ടാനത്താണ് കൊണ്ടു ചെന്നത്. അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ എറണാകുളം ലെക്ചറിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് അത്ര ബോധമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഭർത്താവിനിങ്ങനെ വന്നപ്പോൾ അവർ ആദ്യം തന്നെ സർജറി ചെയ്യാൻ കയറ്റി.
പിന്നെ എല്ലാം ബോധമൊക്കെ വന്നപ്പോൾ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മറ്റ് 3 സർജറിയും വേണ്ടെന്ന് വെച്ചു. ഏട്ടന് പിന്നീട് ചെയ്ത സ്കാൻ റിപ്പോർട്ടിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എങ്കിലും അവിടെ അങ്ങനെ 3 ആഴ്ച അവിടെ അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ ഒരു ദിവസം വന്ന് പറഞ്ഞു, കാലിൻ്റെ വിരലെങ്കിലും ഒന്ന് അനക്കണമെങ്കിൽ 9 മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ വന്ന് പോയതിന് ശേഷം എൻ്റെ അനിയത്തിനെ വിട്ട് അമ്മ മാതാവിൻ്റെ തൈലം വരുത്തിച്ച് എൻ്റെ ഏട്ടൻ്റെ വിരലുകളിൽ പുരട്ടിയപ്പോൾ ആ നിമിഷം തന്നെ എൻ്റെ ഏട്ടൻ്റെ കാലിൻ്റെ വിരലനങ്ങാൻ തുടങ്ങി. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അവിടെ 7 ലക്ഷം രൂപയോളമായി. പിന്നെ എൻ്റെ കയ്യിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഏട്ടനെ നല്ലോണം നോക്കണമായിരുന്നു. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നും ഇല്ല, ഞാനെൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്, ഞങ്ങളുടെ വാടക വീട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്, എൻ്റെ ഏട്ടനെ നല്ലോണം എനിക്ക് നോക്കണം, അതിന് അമ്മ എൻ്റെ കൂടെ വരണം, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എന്നെ സഹായിച്ചു. ഈ നിമിഷം വരെ എനിക്ക് ഒരുപാട് സാമ്പത്തികം വേണ്ടി വന്നിരുന്നു ഏട്ടനെ നോക്കാനായിട്ട്. കാരണം